നിങ്ങൾ ഷെയർ മേടിച്ചിട്ട് ഒരു വർഷം ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതാണ് പ്രോഫിറ്റ് വന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഇനി ഒരു വർഷത്തിന് താഴെയാണെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് 10% ടാക്സ് ആണ് വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരുവിധം ഇൻകം വരുന്നതിൽ ഏറ്റവും കുറവുള്ള ഒരു ഇതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 10% ടാക്സ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ വന്നാൽ അതിൽ 1 ലക്ഷം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, അതായത് 10%. ഇനി നിങ്ങൾക്ക് ഇതിൽ 11 ലക്ഷം നിങ്ങൾക്ക് ടാക്സ് വന്നാൽ അതിൽ 1 ലക്ഷം വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പൊ 1 ലക്ഷം കഴിഞ്ഞ് ബാക്കി 10 ലക്ഷത്തിലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ ഫയൽ ചെയ്തുള്ള ഒരു വേറൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫയൽ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഫയൽ ചെയ്ത് നിങ്ങൾക്ക് അതിൽ വരുന്ന ലോസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ഈ ലോസ് എന്ന് പറയുന്നത് നമുക്ക് 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത വർഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് വരികയാണെങ്കിൽ തന്നെ ഈ ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാലും എപ്പോഴും ഫയൽ ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്നവർക്ക് അടുത്ത വർഷങ്ങളിൽ ഈ ഒരു ബെനിഫിറ്റ് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ,